പിരിയാം സഖാവേ വിഷാദം ചുരത്തും ചിരിയോടെ തന്നെ വിട ചൊല്ലിയേക്കാം. അക്ഷരാർത്ഥത്തിൽ ഞാൻ കൈപിടിച്ചെടുത്ത എന്നിട്ട് കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ കയ്യിലേക്ക് ചേർത്ത് വെച്ച് ഞാനും കൂടി ചേർത്തമർത്തി സത്യപ്രതിജ്ഞ പോലെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച, പിൽക്കാലത്ത് ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞ ആളുകൾ പോലും ഞാൻ സർവീസിൻ്റെ ബാധ്യതകളിൽ നിന്ന് സ്വതന്ത്രനായി പുറത്തേക്ക് വന്നപ്പോൾ എന്നോടുള്ള സമീപനത്തിൽ മാറ്റങ്ങളുണ്ടായി. ഇവിടെ പോലീസുണ്ട്, പട്ടാളമുണ്ട്, തോക്കുണ്ട്, ലാത്തിയുണ്ട്. ആവശ്യം വന്നാൽ അടിച്ചമർത്തും. നിങ്ങൾ പറയണം, ഇവിടെ തീരുമാനമെടുക്കണം. തയ്യാറുണ്ടോ? പ്രിയമുള്ളവരെ, ഇന്ന് മലനാട് വാർത്ത സാംസ്കാരിക പരിപാടിയിൽ നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ PSA ലത്തീഫാണ്. അദ്ദേഹം നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിലും രാഷ്ട്രീയ മണ്ഡലത്തിലും ഒരുപോലെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ഒരിക്കൽ മാത്രം ഈ 14-ാം തീയതി ബഹുമാനപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പ്രകാശനം ചെയ്യുകയാണ്. പുസ്തകത്തോടനുബന്ധിച്ച് അനുഭവസമ്പന്നമായ അദ്ദേഹത്തിൻ്റെ ജീവിതവും സാഹിത്യവും നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സ്വാഗതം ശ്രീ PSA ലത്തീഫ്. താങ്ക് യു. സാറിൻ്റെ 5ാമത്തെ പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. സർക്കാർ സർവീസിൽ സുദീർഘമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് പൊതുപ്രവർത്തന രംഗത്തും വളരെ തിരക്ക് പിടിച്ച ഒരു ജീവിതമായിരുന്നു എന്ന് പറയാം. അപ്പോൾ സർക്കാർ സർവീസിലായിരുന്നപ്പോൾ പോലും സംഘടനാ പ്രവർത്തനവും സംഘടനാ രൂപീകരണവും അങ്ങനെ എല്ലാ തരത്തിലും തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിനിടയിൽ ഈ സാഹിത്യത്തിൻ്റെ വാസന എങ്ങനെയാണ് ജീവിതത്തിൽ ഒപ്പം ചേർന്നത്? ഞാൻ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ ഒരു കൃത്യതയോടെ പറഞ്ഞാൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ചെറിയ തോതിൽ കവിത എഴുതുന്ന, തെളിഞ്ഞ കവിതയല്ലെങ്കിലും ചെറിയ തോതിൽ എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒരു 5 കിലോമീറ്ററിലധികം നടന്നാണ് സ്കൂളിലേക്കും തിരിച്ചും സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ ചിലപ്പോഴൊക്കെ എഴുതുന്ന കവിതകൾ ഞങ്ങൾ കൂട്ടുകാർ കൂടി ഒരുമിച്ച് പാടുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യാൻ ഇഷ്ടംപോലെ സന്ദർഭങ്ങളുണ്ടായിരുന്നു. എപ്പോഴുമല്ല, വല്ലപ്പോഴുമൊക്കെ. അത് ഒരു പ്രചോദനമായിരുന്നു. ബാല്യകാലത്തിൽ തന്നെ നാട്ടിലെ ബാലജനസഖ്യവും അതുപോലെ ബോയ്സ് ക്ലബ്ബ് എന്ന പേരിൽ യുവാക്കളുടെ യൗവനമെത്താത്ത ആളുകളാണ്, ടീനേജുകാർ, ഒരു സംഘടന അങ്ങനെ ഉണ്ടാക്കി. ബാല സംഘം വേറെ സംഘടിപ്പിച്ചു. അതൊക്കെ ഒരു ഉൾപ്രേരണയുടെ അടിസ്ഥാനത്തിൽ സംഭവിച്ചതാണ്. പിന്നെ എൻ്റെ പിതാവ് ഒരു പൊതുപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തെ സ്മരിക്കാതെ പൊതുപ്രവർത്തനത്തെക്കുറിച്ച് എനിക്ക് പറയാനാവില്ല. പ്രായമെത്തി 2005 മരണപ്പെട്ട ആളാണ്. പൊതുരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. മുസ്ലിങ്ങളിൽ ഞാനൊരു ഉൾഗ്രാമത്തിൽ ജനിച്ച് വളർന്നയാളാണ്. മുസ്ലിം സമുദായത്തിൽ ആൺകുട്ടികൾ പോലും വിദ്യാഭ്യാസത്തിന് പോകാതിരുന്നൊരു കാലം കുടുംബങ്ങളിൽ ചെന്നെത്തി പെൺകുട്ടികളെ അതിന് പ്രേരിപ്പിച്ച് അവരെ സ്കൂളിലേക്ക് ആനയിച്ച ഒരാളായിരുന്നു എൻ്റെ പിതാവ്. അദ്ദേഹത്തിന് 2ാം ക്ലാസ് പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു. പക്ഷേ തുടർന്ന് സ്വന്തം പരിശ്രമത്തിൽ അത്യാവശ്യം ഇംഗ്ലീഷ് വാചകങ്ങൾ വരെ വായിക്കുന്ന ഒരു അറിവ് അദ്ദേഹം ആർജിച്ചെടുത്തു. ആ പിതാവിൻ്റെ മകൻ എന്നുള്ള നിലയ്ക്ക് ആ പൈതൃകമാണ് എന്നെ എഴുത്തിൻ്റെ വഴിയിലേക്ക് നയിച്ചത് എന്ന് ഞാൻ കരുതുന്നു. അതൊരു സൗഭാഗ്യം കൂടിയാണെന്ന് വിചാരിക്കേണ്ടി വരും. തീർച്ചയായും. സാറിൻ്റെ ഓർമ്മത്തുരുത്തുകൾ എന്ന പുസ്തകം ആത്മകഥാപരമായ ഓർമ്മകളെ വീണ്ടെടുക്കുന്ന ഒരു പുസ്തകമാണ്. ഇതിൽ ബാല്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു വ്യക്തിപരമായ ജീവിതത്തിനപ്പുറം അതൊരു നാടിൻ്റെയും അതൊരു നാട്ടുകാരുടെയും എല്ലാം ചരിത്രവും സംസ്കാരവും എല്ലാം വരച്ച് കാണിക്കുന്നുണ്ട്. ബാല്യത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകൾ എന്തൊക്കെയാണ്? ബാല്യത്തിൽ ഏറ്റവും നമ്മുടെ മനസ്സിൽ അടയാളപ്പെടുത്തപ്പെടുന്ന ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുക. അന്നത്തെ കാലത്ത് മുതിർന്നവർ തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് സംഘടിച്ചിട്ടുള്ള കാലമല്ല. ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു നാട്ടിൽ. അപ്പോൾ ആ ലൈബ്രറിയുമായി ബന്ധപ്പെട്ടൊക്കെ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. പിന്നെ
വളർന്നു വരുന്തോറും പിതാവിൻ്റെ പാത പിന്തുടർന്ന് രാഷ്ട്രീയ കാര്യങ്ങളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ബന്ധപ്പെടാൻ ഇടയായിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഒരു അഭിമാനം കൂടിയാണത്. ഒരു സ്വാതന്ത്ര്യദിന സമ്മേളനത്തിൽ പ്രസംഗിക്കാനുള്ള മാറ്റർ പിതാവാണ് ആദ്യം ഉണ്ടാക്കി തന്നത്. ഒരു മാറ്റർ എഴുതി, നീ ഇത് സംസാരിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞു. അത് ഞാൻ പഠിച്ചിരുന്ന സ്കൂൾ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റ് സ്കൂളായിരുന്നു, അപ്പർ പ്രൈമറി. അപ്പോൾ എൻ്റെ ശബ്ദം മഠത്തിലിരുന്ന് കേട്ടിട്ട് പിറ്റേന്ന് ക്ലാസ്സിലെത്തുമ്പോൾ എൻ്റെ ടീച്ചർമാർ എന്നെ അഭിനന്ദിച്ച ഒരു രംഗമുണ്ട്. അത് 6ാം ക്ലാസ് അല്ലെങ്കിൽ 7ാം ക്ലാസ്സാണ്. അത് എൻ്റെ ഓർമ്മകൾ ഏറ്റവും തങ്ങി നിൽക്കുന്ന ഒരനുഭവമാണത്. ഒരു ഭാഗ്യം, അല്ലെങ്കിൽ പിതാവിൻ്റെയും ദൈവത്തിൻ്റെ അനുഗ്രഹം. പിന്നീട് ഒരിക്കലും എനിക്ക് പ്രസംഗം ആരുടെ നിന്നും എഴുതി വാങ്ങേണ്ടി വന്നിട്ടില്ല. ഞാൻ ഒത്തിരി പേർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെയും ഒട്ടേറെ പ്രസംഗങ്ങൾ നടത്താൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒന്നും ഒരു പാളിച്ചയും പരാജയം വരാതിരുന്നിട്ടുള്ളത് വിശ്വാസിയായ എൻ്റെ പിതാവിൻ്റെ മാർഗദർശനവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹത്വവും എനിക്ക് അദ്ദേഹത്തിലൂടെ ഞാൻ അറിയാതെ ലഭിച്ച ശിക്ഷണവുമാണെന്ന് ഞാൻ കരുതുന്നു. പിന്നെ മറ്റൊന്ന് എടുത്തു പറയേണ്ടത് നമ്മുടെ അധ്യാപകരാണ്. ഹൈസ്കൂളിലുമൊക്കെ മലയാളത്തിന് പഠിക്കുമ്പോൾ ഇവർ നമ്മൾക്ക് ഭാഷ തരുന്നു, അക്ഷരം തരുന്നു നമ്മൾ അന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ പിൽക്കാലത്ത് എൻ്റെ ഭാഷയ്ക്ക്, എൻ്റെ ശൈലിക്ക് ഒക്കെ ഞാൻ നന്ദി പറയേണ്ടത് എനിക്ക് ഭാഷ പഠിപ്പിച്ച, അക്ഷരം പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥന്മാരോടാണ്. ബാക്കിയെല്ലാം വന്നു ചേർന്നതാണ്. ഭാഷയും ശൈലിയും നമ്മുടെ സംസാര രീതിയും പ്രസംഗത്തിലെ അല്ലെങ്കിൽ എഴുത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും വന്നു ചേരുന്നതാണ്. ഇവരിൽ നിന്നാണ് തുടക്കം. താങ്കളുടെ ഏറ്റവും പുതിയ പുസ്തകം ഒരിക്കൽ മാത്രം, അതിൻ്റെ അവതാരികയിൽ ഡോക്ടർ എം കെ ഹരികുമാർ എഴുതുന്നത്, ലത്തീഫ് വളരെ ആത്മാർത്ഥതയോടെയാണ് സാഹിത്യത്തെ സമീപിക്കുന്നത്. ഈ ആത്മാർത്ഥതയെ കാണാതിരിക്കാനാവില്ല എന്നാണ് ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ. ഞാൻ വായിച്ചപ്പോഴും ഈ സാഹിത്യത്തിലെ ഒരു സത്യസന്ധതയും ആത്മാർത്ഥതയും വളരെ ഹൃദയസ്പർശിയായി തോന്നി. ജീവിതത്തിലും ആ ഒരു സത്യസന്ധത വെച്ച് പുലർത്തുന്ന ആളാണെന്നറിയാം. ഓർമ്മക്കുറിപ്പുകളിലെ ആദ്യ അധ്യായം അവസാനിക്കുന്നത് കപടലോകത്തിൽ നിന്ന് ആത്മാർത്ഥമായൊരു എന്ന ഒരു അർത്ഥോക്തിയിൽ നിർത്തിക്കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു? അത് ഒട്ടേറെ തിക്ത അനുഭവങ്ങളുണ്ട്, നല്ല അനുഭവങ്ങളുമുണ്ട്. നല്ല അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. അതോടൊപ്പം തന്നെ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞ പോലെ തിക്താനുഭവങ്ങളുണ്ട്. ഒരു പക്ഷേ ഞാനൊരു സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളാണ്, ലോലമാനസൻ എന്നല്ലേ മലയാളം കൃത്യമായിട്ട്, ലോലമാനസനാണ്. അപ്പോൾ ചെറുതും വലുതുമായ കാര്യങ്ങൾ, എതിരെ വരുന്ന കാര്യങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാത്തത് എനിക്ക് വിഷയമല്ല. പക്ഷേ പലയിടങ്ങളിലും നമ്മളറിയാതെ, നമ്മൾ ഉദ്ദേശിക്കാത്ത സാഹചര്യത്തിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ടത്. അപ്പോൾ ആത്മാർത്ഥത ശിക്ഷിക്കപ്പെടുന്നത് അനുഭവിക്കുക എന്ന ഒരു നൊമ്പരമുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു കവിതയിൽ ഞാനിങ്ങനെ എഴുതുന്നുണ്ട്, ജീവിതം വിഷാദമാണ് ഇന്നലെ, എനിക്കിന്നും ജീവിത പ്രമാണങ്ങൾ ജീവനറ്റതാണേറെ. കാരണം നമ്മുടെ പ്രമാണങ്ങൾക്ക് അംഗീകാരം കിട്ടാത്ത സാഹചര്യം ജീവിതത്തിൽ കടന്നു പോകും. നമ്മൾ ആത്മാർത്ഥതയുമായിട്ടാണ്, നിഷ്കളങ്കതയുമായിട്ടാണ് കടന്നു പോകുന്നത്. അവിടെ പലപ്പോഴും വരുന്നത്, മടക്കി കിട്ടുന്നത് വിഷാദമാണ്. അപ്പോൾ എൻ്റെ കവിത നൊമ്പരച്ചപ്പ് തന്നെ ആ പേരെങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ചു. അത് പ്രകാശനം ചെയ്ത ആൾ പഴയ എറണാകുളം ജില്ലാ കളക്ടർ, അദ്ദേഹം ഇപ്പം ഇന്നില്ല, സ്മരണാഞ്ജലി അർപ്പിക്കുന്നു, KR വിശ്വംഭരൻ സാറാണ്. അപ്പോൾ ചോദിച്ചു, സന്തോഷത്തിൻ്റെ ഒരു ഹെഡിങ് കൊടുക്കാൻ പാടില്ലായിരുന്നോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സത്യത്തിൽ സാറേ, ഈ മനുഷ്യൻ്റെ ദുഃഖമാണ് യഥാർത്ഥ വികാരം. ബാക്കി എന്നും പൊലിപ്പിച്ചും പെരുപ്പിച്ചും ഒക്കെ കാണിക്കാനാവും, പക്ഷേ സ്ഥായി ഭാവമായിട്ടുള്ളത് വിഷാദമാണ്. എനിക്കതിനെ വിട്ടുകളഞ്ഞിട്ട് എൻ്റെ യാഥാർത്ഥ്യത്തെ ബോധിപ്പിക്കാനാവുന്നില്ല. അങ്ങനെയാണ് ആ പേര് വന്നത് എന്ന് പറഞ്ഞു. ആദ്യ പുസ്തകം തന്നെ നൊമ്പരച്ചപ്പ് എന്നാണ് പേര്. ആ പേര് എങ്ങനെ വന്നു എന്ന് എല്ലാവരും ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഇനി ആ ചോദ്യത്തിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ എങ്കിലും ഈ വിഷാദം എന്ന മനുഷ്യൻ്റെ അടിസ്ഥാന ഭാവമാണ് എന്ന് പറയുമ്പോഴും കവിതകളിലും കഥകളിൽ അത്രത്തോളം കാണുന്നില്ല. പക്ഷേ കവിതകളിൽ എങ്ങും ഈ വിഷാദത്തിൻ്റെ വല്ലാത്തൊരു അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു ഭാവപ്പകർച്ച കാണാൻ കഴിയും. മരണം തിടുക്കത്തിലടുത്തെത്തിയെങ്കിൽ കൊള്ളാം, ജീവിതം മടുത്തുപോയ വിധം എന്ന് പറഞ്ഞ് ജീവിതത്തോടുള്ള ഒരു മടുപ്പ് പ്രദർശിപ്പിക്കുന്ന കവിതകൾ. എന്താണ് ഇങ്ങനെ ഒരു വിഷാദം
അതിൻ്റെ ഏറ്റവും കടുത്ത ഭാവത്തിൽ കവിതകൾ വരാനുള്ളൊരു കാരണം? അത് ഞാൻ എഴുതുന്നതിൽ കൂടുതലും വിഷാദാത്മകമായ കവിതകളായിട്ടാണ് ആദ്യകാലത്തൊക്കെ. പിൽക്കാലത്തിൻ്റെ മാറ്റം വന്നിട്ടുണ്ട്. രാപ്പാട് ജന്മങ്ങളത് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അത് പലരും ചിലപ്പോൾ, ഞാൻ വിശ്വംഭരൻ സാറിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഡോക്ടർ KS രാധാകൃഷ്ണൻ, എൻ്റെ നമ്പരച്ചപ്പന് അവതാരിക എഴുതിയ അദ്ദേഹമാണ്. ഞാനൊരു കോൺഗ്രസ് പാരമ്പര്യം പറഞ്ഞു, അദ്ദേഹവും ഞാൻ ഒപ്പം തന്നെ ആളാണ്. പിന്നെ എൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം പല വേദികളിലും ക്ലാസ്സുകളിലുമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് സെമിനാറുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതിന് അവതാരിക എഴുതാൻ വളരെ സന്തോഷത്തോടു കൂടി അത് വാങ്ങിച്ചത്. ലത്തീഫ് ഒരു കവിത എഴുതുന്നത് എനിക്കറിയില്ലായിരുന്നു, നിങ്ങൾ ഞാൻ അങ്ങനെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത് പുസ്തകം വായിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. തീർച്ചയായിട്ടും അടിക്കണം, താളമുണ്ട്, അർത്ഥമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില വാക്കുകൾ തന്നെ അദ്ദേഹത്തിനോട് അപ്പോൾ പറഞ്ഞു. അർത്ഥപൂർണ്ണമാണ്, താളമുണ്ട്, പിന്നെ വൃത്തമുണ്ടെന്നുള്ള നല്ലൊരു പ്രോത്സാഹനം തന്നിരുന്നു. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത്രത്തോളം വിഷാദം വേണമോ എന്ന്. പിന്നീട് ഞാൻ ബോധപൂർവമാണ് എനിക്ക് ആ ഒരു ക്രിറ്റിസിസം, വിമർശനമായിട്ടാണ് ഞാനതിലെടുത്തത്. എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരാണ് ഈ പറഞ്ഞവർ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അതിലേക്ക് ഇത്തിരി അങ്ങ് മാറണമല്ലോ, എൻ്റെ കവിത വായിക്കുന്നവരെല്ലാം എൻ്റെ വിഷാദത്തെക്കുറിച്ച് പറയേണ്ട ഇടവരരുതെന്ന് കരുതിയത്. പിന്നെ തീർച്ചയായിട്ടും ജിജീഷ്, നമ്മൾ കടന്നു വരുന്ന വഴികൾ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തിപരമായി അങ്ങനെ അറിഞ്ഞിട്ടുണ്ടാവില്ല. കടന്നു വരുന്ന വഴികൾ, എൻ്റെ ഒരു ബാല്യകാലത്തിൻ്റെ ഒരു ഘട്ടം, പിതാവൊക്കെ കൃഷിക്കാരനായിരുന്നു, വ്യാപാരി ആയിരുന്നു. അങ്ങനെയാണല്ലോ മുസ്ലിങ്ങളുടെ കൂടുതൽ ആളുകളും അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും സാമുദായികവും ഉണ്ടായിരുന്നു നാട്ടിലെ. 2ാം ക്ലാസ്സിൽ ഉള്ളെങ്കിലും അന്നത്തെ കാലത്ത് നല്ല പ്രാസംഗികനായിട്ട് KN ജോർജ് സാറൊക്കെ കൂടെ കൊണ്ടുവന്നിരുന്നതാണ്. ജോർജ് സാറൊക്കെ ഞങ്ങളുടെ ഏരിയയിൽ വരുമ്പോൾ വീട്ടിലേക്ക് വരുമായിരുന്നു, കൂടെ കൊണ്ടുവരുന്നു. അത് എന്നുവെച്ചാൽ ഒരു സാഹോദര്യത്തിൻ്റെയും കൂടെ അടയാളമായിട്ടാണ്. അത് പിന്നെ ഞങ്ങളുടെ വിഭാഗത്തെ നല്ല മലയാളത്തിൻ്റെ ആളുകളായിട്ട് ആരും എടുത്തിട്ടില്ല. ഞങ്ങളുടെ വിഭാഗം ഞാൻ പറയുന്നത് മുസ്ലിം സമുദായത്തിലെ ആളുകൾ നല്ല മലയാളം സംസാരിക്കുന്ന ആരും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല, ഇപ്പോഴും കുറവാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് പിതാവിൻ്റെ ശുദ്ധമായ മലയാളവും പ്രസംഗവും ഒക്കെ ജോർജ് സാറിനെയൊക്കെ ആകർഷിച്ചിട്ടുണ്ട് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ. പക്ഷേ ഈ പിതാവിൻ്റെ അശ്രദ്ധ എന്ന് ഞാൻ പറയില്ലെങ്കിലും വ്യാപാരവും മറ്റു കാര്യങ്ങളുമെല്ലാം ഞങ്ങളുടെ ബാല്യം പൂർത്തീകരിച്ച് വരുമ്പോൾ നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ പലതിൻ്റെയും നഷ്ടബാല്യമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ഉപരിവിദ്യാഭ്യാസം പൂർത്തീകരിക്കാനായില്ല. ഇപ്പോഴും അതെന്നെ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രൈവറ്റായിട്ടൊക്കെ കഴിയുമായിരുന്നു കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാൻ, ഒരു അധ്യാപകനോ പിന്നെ അല്ലെങ്കിലൊരു വക്കീലിൻ്റെ ഒക്കെ ഒരു വേഷമാണ് മനസ്സിലാഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇത് രണ്ടുമാവാൻ സർക്കാരിലെ ഇരുന്നു കൊണ്ട് മറ്റു തരത്തിലാണെങ്കിലും ഇത് രണ്ടുമാവാൻ കഴിഞ്ഞു. കാരണം സർവീസ് രംഗത്തും സർവീസ് സംഘടനാ രംഗത്തും അവിടേക്ക് ആവശ്യമുള്ള അധ്യാപനങ്ങൾ, പിന്നെ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നപ്പോൾ അവിടെ വേണ്ട അധ്യാപനങ്ങൾ, അതും സർവീസ് സംഘടനാ രംഗത്ത് ഒരു വക്കീലിനെ പോലെ വാദിച്ച് അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കാനുള്ള ഒരവസരം ഒരുപാട് പേർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ സാധിച്ച നേതൃപദവിയിൽ ഇരുന്നത് കൊണ്ട് സാധിച്ച കാര്യമൊക്കെ ഒരു സംതൃപ്തിയാണ്. പിന്നെ ഈ കവിതയിൽ വിഷാദമുണ്ടെന്ന് പറയുമ്പോഴും അത് കവിതയുടെ സൗന്ദര്യത്തെ ചോർത്തി കളയുന്നില്ല. നമ്മൾ കവിത ആസ്വദിക്കുന്നത് അതിലെ ദുഃഖം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ, കവിതയുടെ ഒരു ലാവണ്യം നമ്മൾ ഉൾക്കൊള്ളുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ ഇത്ര പദസമ്പത്ത് എന്ന് പറയുന്നത് എഴുത്തിൻ്റെ ഒരു വലിയ ഭാഗ്യം കൂടിയാണ്. ആവശ്യമുള്ള സമയത്ത് വലിയ കേട്ടാൽ മനസ്സിലാകാത്ത വാക്കുകൾ എത്തുക എന്നുള്ളതല്ല, നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിന് പാകമായ വാക്കുകൾ നാവിൽ വരിക അല്ലെങ്കിൽ പേനയുടെ തുമ്പിൽ വരിക എന്നുള്ളതൊരു വലിയ ഭാഗ്യമാണല്ലോ. വിധിയെന്ന ക്രൂരതയ്ക്കറിയാത്ത ദുഃഖത്തിൻ വിവിധ ഭാഗങ്ങൾ തൻ വിന ചുമന്നും അകലെ കണ്ടാൽ അറിയാത്ത ദൈവത്തിൻ അലിയാത്ത കരളിൻ്റെ കനമകന്നും ഏകാന്തപഥികൻ തൻ ശോകാന്ത്യവും തേടി തേങ്ങി തളർന്ന് തരിച്ചു എന്നൊക്കെ എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കൂടി ഉണ്ടാകും. ഒരു കാൽപ്പനിക കവിതയുടെ ഒരു കാലഘട്ടത്തിൻ്റെ ആ ഒരു ലാവണ്യ സങ്കല്പം ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയൊരു സംഗതി കൂടിയാവാം. ഈ എഴുത്തിൽ ഇത്ര ലാവണ്യസുന്ദരമായ ഒരു ശൈലി വന്നത് എങ്ങനെയാണ്? അത് നമ്മുടെ യാത്രയിൽ ഇങ്ങനെ വന്നു ചേർന്നതേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ബോധപൂർവമായതല്ലത്.
ചെറുപ്പകാലത്തൊക്കെ കവിതകൾ വായിക്കാനൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു. അവിടെയും എനിക്ക് തോന്നുന്നത് എൻ്റെ പിതാവിൽ നിന്ന് അല്പമൊക്കെ കിട്ടിയെന്നാണ്. വായനയുടെ ഒരു പശ്ചാത്തലം. അദ്ദേഹം വായിക്കുമായിരുന്നു. ഒത്തിരി അല്ലെങ്കിലും കുറച്ചൊക്കെ ഒരു വായിക്കുന്നതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പുസ്തകം ആദ്യമൊക്കെ വീട്ടിൽ പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നത്. പിന്നെ അദ്ദേഹത്തിന് ചെറുപ്പക്കാരനായിരിക്കുമ്പോഴാണല്ലോ ഞങ്ങളൊക്കെ ജനിക്കുന്നത്. പിന്നെ അദ്ദേഹം ജീവിത പ്രാരാബ്ധങ്ങളിലേക്ക് കടന്നപ്പോൾ പുസ്തകങ്ങളൊന്നുമില്ല. ആദ്യകാലത്ത് മഹാന്മാരുടെ ജീവചരിത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുമായിരുന്നു. പിന്നെ അദ്ദേഹം കവിത എഴുതുന്നത് ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയ ഗാനങ്ങളൊക്കെ എഴുതുമായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ റെക്കോർഡ് ചെയ്യുന്ന ഏർപ്പാടില്ലല്ലോ. അന്നത്തെ ചെറുപ്പക്കാർ പിതാവിൻ്റെ രാഷ്ട്രീയ ഗാനങ്ങൾ പാട്ടുപുസ്തകമാക്കി അച്ചടിച്ച് കോതമംഗലത്തും മാറ്റുവഴിയൊക്കെ സമ്മേളനം നടക്കുമ്പോൾ ഇദ്ദേഹം സീനിയറാണ്. അപ്പോൾ ജൂനിയർ കുട്ടികളും ചെറുപ്പക്കാരും അത് പാടി വിറ്റ കാലം, അത് പ്രത്യേകിച്ചും വിമോചന സമരകാലത്ത്. വായനയുടെ ഒരു അതിൻ്റെയൊക്കെ ഒരു ഇതിൻ്റെലേക്ക് വന്നിട്ടുണ്ടാവാം. ഈ ബാല്യത്തിലും പിന്നീട് കൗമാരത്തിലും ഒരുപാട് വായനകളുടെ ഒരു അനുഭവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുറച്ചേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് അങ്ങനെ വായിച്ചു പോകാൻ പറ്റിയിട്ടില്ല. ഹൈസ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് എസ്.കെ. പൊറ്റക്കാടും വൈക്കം മുഹമ്മദ് ബഷീറും മുട്ടത്ത് വർക്കിയും സ്വാഭാവികമായും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കെ. ബാലകൃഷ്ണനെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. കൗമുദി അതൊക്കെ ഇങ്ങനെ നിരന്തരമായി വായിക്കും. കേരള ശബ്ദം വന്ന കാലത്ത് അതൊക്കെ വിട്ടുപോയി. അങ്ങനത്തെ വായനയൊന്നും എനിക്ക് പിന്നീട് കിട്ടിയില്ല. കാരണം സർവീസ് സംഘടനാ രംഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പകൽ ഒരു സമർപ്പണത്തിൻ്റെ രീതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ എനിക്ക് ഒപ്പം ഉണ്ടായിരുന്ന ടീം, ഞങ്ങൾ ആ ടീമിന് ശേഷം ഇപ്പോൾ വരുന്നവരങ്ങനെയല്ല. ഇപ്പോൾ ഞാനൊരു വിമർശനത്തോടെയാണ് ഇപ്പോഴത്തെ സർവീസ് സംഘടനാ പ്രവർത്തനത്തെയും ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തെയും ഒക്കെ കാണുന്നത്. ഞാനൊക്കെ ആദ്യം എഴുതിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് പിരിച്ച ഘട്ടത്തിൽ ആദ്യമൊക്കെ എഴുതിയ രസീറ്റിലെ വരവ് 50 പൈസയാണ്. ആ രസീതുകളെ ഞാൻ സൂക്ഷിച്ചിരുന്നു ഒരുപാട് കാലം. അതായത് സംഘടനയ്ക്ക് വേണ്ടി 50 പൈസ പിരിച്ചിരുന്ന കാലം. അന്ന് എൻ ജി യൂണിയന് 1 രൂപ കിട്ടും. ജോയിൻറ്റ് കൗൺസിലുകാരന് 50 പൈസയെ കിട്ടുള്ളൂ. അത് ഉദ്യോഗസ്ഥന്മാർ ഇട്ടിരിക്കുന്ന ഒരു അന്നത്തെ ഗ്രേഡാണ്. ഇന്ന് പക്ഷേ എൻ ജി ഒ അസോസിയേഷൻ 2ാമത് വന്നു. ഞങ്ങളൊക്കെ തുടങ്ങിയ പ്രസ്ഥാനം. ഞങ്ങളിപ്പോൾ 4 പേര് തുടങ്ങിയത് ഇന്ന് 1.5 ലക്ഷത്തോളം അംഗങ്ങളുള്ള പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട്. 50 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പഴയ നേതാക്കൾ കൂടി. അന്നത്തെ ജില്ലാ ഭാരവാഹികളും ജീവിച്ചിരിക്കുന്നവർ, സംസ്ഥാന അടിസ്ഥാനത്തിലുള്ളവർ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഒരു സമ്മേളനത്തിൽ കോഴിക്കോട് പോയത് ഞാൻ ഓർമ്മിക്കുന്നു. ഞാനും അപ്പുണ്ണിനാരും ഒക്കെ ഉൾപ്പെട്ട സംസ്ഥാന ഭാരവാഹികൾ 2 ട്രെയിനുകൾ വരുന്ന സമയത്ത് വെളുപ്പാങ്കാലത്ത് ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോകുമായിരുന്നു. 2 സമയത്ത്. ഒന്ന് വടക്ക് നിന്ന് വരുന്ന ട്രെയിനിൻ്റെ ടൈം, 2 മലബാർ എക്സ്പ്രസ്, കണ്ണൂർ എക്സ്പ്രസ് തെക്ക് നിന്ന് വരുന്നത്. അതിൽ 2ലും എത്തുന്ന പ്രതിനിധികളെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി സ്വീകരിക്കുമായിരുന്നു. കാരണം ഭാരവാഹികൾ പദവിവാഹികളല്ല, അവർക്ക് കടമകളുണ്ട്. അവരോടൊപ്പം വരുന്ന പ്രവർത്തകരാണ് ഈ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമ്മളവരുടെ ദാസന്മാരെ പോലെ പ്രവർത്തിക്കണം എന്ന് ക്ലാസ് എടുത്തിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളത് പ്രാവർത്തികമാക്കണം. അങ്ങനെ ഞങ്ങൾ അവരെ പോയി സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നങ്ങനെയല്ല, ഇന്ന് നേതാക്കളെ പോയി സ്വീകരിക്കണം. കാലത്തിൻ്റെ മാറ്റം. അന്ന് ഞങ്ങൾ നേതാക്കൾ കോഴിക്കോട് ലോ കോളേജിലെ ഹാളെടുത്ത് അവിടെ ഡെസ്കുകൾ കൂട്ടിയിട്ടിട്ട് വാടകയ്ക്കെടുത്ത തഴപ്പായിലാണ് രാത്രി ചെലവഴിച്ചത്. 1.5 രൂപയോ ഒക്കെയാണ് ഒരു തഴപ്പായ്ക്ക് വാടക. കൃത്യമല്ല ഞാൻ പറയുന്നത്, അങ്ങനെ അത്രയേ ഉള്ളൂ. അപ്പോൾ രാത്രി ഉഷ്ണമാണ്, ചൂട്. ഞാനും അപ്പുണ്ണിയാരും ഒക്കെ, അപ്പുണ്ണിനാണ് ആ പ്രസ്ഥാനത്തിൻ്റെ പിതാവെന്ന് പറയേണ്ട ആൾ, എൻ ജി ഒ അസോസിയേഷൻ്റെ. ഞാനും അദ്ദേഹവും പിന്നെ 1-2 പേരും കൂടെ ഞങ്ങൾ ചൂട് സഹിക്കാതെ പറ്റാവുന്നപ്പോൾ ഈ തഴപ്പായെടുത്ത് ലോ കോളേജിൻ്റെ മൈതാനത്തിൻ്റെ സമീപത്തുള്ള ചെങ്കൽ പാറപ്പുറത്ത് വിരിച്ച് ആണ് രാത്രി കഴിച്ചു കൂട്ടിയത്. ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു സമ്മേളനത്തിൽ എൻ്റെ അടുത്തൊരു പഴയ ആൾ പരാതി പറഞ്ഞു. നിങ്ങളുടെയൊക്കെ കാലം എത്രയോ വ്യത്യസ്തമായിരുന്നു സാറേ. ഒരു സംസ്ഥാന നേതാവ് സംസ്ഥാന സമ്മേളനത്തിന് തിരക്കിന് വേണ്ടി ആ സമ്മേളനം നടക്കുന്ന നഗരത്തിലെത്തിയപ്പോൾ 2 ആഴ്ച ഹോട്ടലിൽ താമസിച്ചു, സ്റ്റാർ ഹോട്ടലിൽ. അപ്പോൾ ആരോ ചോദിച്ചു, പ്രസിഡന്റ് ഇവിടെ അല്ലല്ലോ താമസിക്കേണ്ടത്, കുറേ കൂടെ വിശാലമായ സൗകര്യമുള്ളത് വേണം. പിന്നെ അദ്ദേഹം ഒരാഴ്ചക്കാലത്തേക്ക് റിസോർട്ടിൽ പോയി താമസിച്ചു. ലക്ഷങ്ങളാണ് ബില്ല്. അപ്പോൾ 50 പൈസ പിരിവ് വാങ്ങിയ ആ കാലഘട്ടത്തിൽ നിന്ന് സംസ്ഥാന സമ്മേളനത്തിന് പോയി പാറപ്പുറത്ത്, ചെങ്കൽ പാറപ്പുറത്ത് തഴപ്പായിട്ട് കിടന്ന ആ പഴയ ഓർമ്മയിൽ നിന്ന് 2-2.5 ലക്ഷവും
സർക്കാർ ജീവനക്കാർ വന്ന് ഡെയിലി അല്ല, വ്യക്തിയിൽ നിന്ന് സമ്മേളനത്തിന് വേണ്ടി പെർ ഹെഡ് 1000 രൂപ പിരിച്ചെടുക്കാവുന്ന സാമ്പത്തിക സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നേതാക്കളും മാറി, അണികളും മാറി, ആ പഴമയുടെ എല്ലാ സൗന്ദര്യവും നഷ്ടപ്പെട്ടു. പണ്ടൊക്കെ റിട്ടയർമെൻറ്റ് അനുശോചന യോഗങ്ങൾ പോലെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ഒരു അനുഭവമായി. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് റിട്ടയർമെൻറ്റ് അങ്ങനെ ഒരു അനുശോചന യോഗത്തിൻ്റെ തലത്തിലല്ല, ഒരു ആഘോഷമായിട്ടാണ് പലരും കാണുന്നതെന്ന് തോന്നുന്നു. അത് അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നത് എങ്ങനെയാണ്? കുറേ പുറകോട്ട് ഇപ്പോഴും കുറച്ച് പേർക്ക് റിട്ടയർമെൻ്റ് എന്നുള്ള ആ സത്യത്തെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. വളരെ നേരത്തെ ആണെങ്കിൽ സർക്കാർ സർവീസ് അത്ര അട്രാക്റ്റീവ് ആയിരുന്നില്ല. ഇപ്പോൾ ഈ പെൻഷനൊക്കെ കൊടുക്കുന്നതിന് എതിർക്കുന്ന ആളുകളുണ്ട്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ അവസാന ഭാഗത്താണ് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എനിക്ക് എതിർപ്പുണ്ടാവും, ഒത്തിരി പേര് അതിനെ വിമർശിച്ചിട്ടുമുണ്ട്. പെൻഷൻ ഇന്നത്തെ സാഹചര്യത്തിൽ അനിവാര്യതയല്ല സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എന്നുള്ളൊരു പുതിയ പ്രമേയം ഞാനത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം, പെൻഷൻ തുടങ്ങിയത് ശമ്പളം അപര്യാപ്തമായിരുന്ന ദരിദ്ര കാലഘട്ടത്തിലായിരുന്നു. ഞാനൊക്കെ സർവീസ് ചേർന്ന കാലത്ത് ദരിദ്രവാസിയാണ്. അപ്പോൾ കിട്ടുന്നതുകൊണ്ട് തികയില്ല. അവനെ സഹായിക്കാൻ, അവൻ്റെ ജീവിതത്തിലെ നല്ല കാലഘട്ടം അവൻ എവിടെയാണോ സേവനം അർപ്പിക്കുന്നത്, സേവനദാതാക്കൾക്ക് അവൻ്റെ ഭാവി സുരക്ഷിതമാക്കാനുള്ളൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യതയുടെ പശ്ചാത്തലത്തിലാണ് പെൻഷൻ വന്നത്. പിന്നെ കാലാകാലങ്ങളിൽ ക്ഷാമബത്ത കൊടുക്കാൻ തുടങ്ങി, ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. നമ്മൾ ആദരിക്കുന്ന നേതാവാണ് ആൻ്റണി. ഞങ്ങൾ എൻജി യൂണിയനുമായി സഹകരിച്ചൊരു പണിമുടക്ക് നടത്തി 78. അദ്ദേഹം മുഖ്യമന്ത്രിയായ ഘട്ടത്തിൽ. അത് അദ്ദേഹത്തിന് വല്ലാത്ത നൊമ്പരമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയബന്ധം ഉള്ള ആളുകളാണ്. ഈ NGO അസോസിയേഷൻ എന്ന സംഘടന ഉണ്ടാക്കുന്നതിന് ഒരുപാട് പ്രേരണ തന്നിട്ടുള്ള ആളാണ്. ആദ്യം അത് പ്രതീക്ഷിച്ചില്ല. പണിമുടക്ക് പിൻവലിക്കുമ്പോൾ പ്രത്യക്ഷത്തിലൊന്നും കിട്ടാതെയാണ് പിൻവലിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളും ഈ ശ്രീ AKANTONY മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു പ്രത്യേക സമൂഹം എന്നുള്ള നിലയ്ക്ക്, അത് ഞാൻ എടുത്ത് പറയുകയാണ്, വിഷമം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമം ഉണ്ടാക്കി എന്നുള്ളതറിയാം. പിന്നെ അത് പാച്ചപ്പിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭാരവാഹികൾ അദ്ദേഹത്തെ കാണാൻ തീരുമാനിച്ചു. അപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ആന്റണിയിൽ നിന്ന് സമരം വിജയിച്ചില്ലെങ്കിലും, പണിമുടക്ക് വിജയിച്ചില്ലെങ്കിലും ഒരു പാരിതോഷികം ഒരു പുഞ്ചിരിയുടെ രൂപത്തിൽ കിട്ടണം എന്നൊരു ഡിമാൻഡ് വയ്ക്കാൻ തീരുമാനിച്ചു. ആൻ്റണിയുടെ ഒരു പുഞ്ചിരി സർക്കാർ ജീവനക്കാരന് കിട്ടണം, അത് എക്കാലം ഓർമ്മിക്കപ്പെടുന്നതാവണം. അങ്ങനെയാണ് ഈ ഒരു ഫെസ്റ്റിവൽ അലവൻസ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുവദിക്കണം ഡിമാൻഡ് വെച്ചത്. ആ ഫെസ്റ്റിവൽ അലവൻസ് എന്നുള്ള ടേം എൻ്റെ വകയാണ്. എനിക്ക് എപ്പോഴും ഒരു അഭിമാനമാണ് അത്. ഞാൻ ആ ടേം നിർദ്ദേശിച്ചത്. കാരണം ഓണക്കാലത്താണ് മറ്റെല്ലാ മേഖലയിലും ബോണസ് കൊടുക്കുന്ന തൊഴിലാളികൾക്ക്. അപ്പോൾ അതൊക്കെ ഒരു സർവീസ് സംഘടന ജീവിതത്തിലെ തന്നെ ഒരു നേട്ടമായിട്ട് മനസ്സിലുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഈ ഭാഷയുടെ സൗന്ദര്യം എന്നുള്ളത്. ചില വാക്കുകൾ സ്വന്തം പ്രയോഗങ്ങളായിട്ട് വേണമെന്നുള്ളൊരു വാശി, അല്ലെങ്കിൽ ആ വാക്കുകളുടെ തിരഞ്ഞെടുപ്പിൽ വല്ലാത്തൊരു വാശി പ്രകടിപ്പിക്കുന്നത് തോന്നിയിട്ടുണ്ട്. കഥയിലാണെങ്കിൽ പോലും കവിതയ്ക്കുണ്ടാകേണ്ട ഒരു സൗന്ദര്യാത്മകത ഉണ്ടാകണമെന്ന തരത്തിൽ. എന്താണ് അങ്ങനെ ഭാഷയുടെ സൗന്ദര്യത്തിൽ ഇത്രയേറെ ശ്രദ്ധ കൊടുക്കാൻ കാരണം? സത്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ സ്വയം ശ്രദ്ധിച്ചിട്ടല്ല അത്. ഈ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം ആരോ ഈ കവിതയെക്കുറിച്ചൊരു അഭിപ്രായം പറയുമ്പോൾ ഞാൻ അതിനെ കൊടുത്തൊരു മറുപടിയുണ്ട്. മനസ്സിൽ പ്രത്യേക ഭാവങ്ങൾ നിറയുകയും ചിന്തകളിൽ ഭാഷ രൂപപ്പെടുകയും ചെയ്യുമ്പോൾ ഒഴുകിയെത്തുന്ന വരികളാണ് കവിത. അതിനെ നിരാകരിക്കാനാവില്ല. ഇപ്പോൾ അടുത്ത നാളിലെ ഒരു അത് തന്നെ ഉദാഹരണമായിട്ട് എടുത്താൽ, എവിടെയായിരുന്നു നീ മറവിലിത്ര നാൾ, എവിടെയായിരുന്നു നീ മറവിലിത്ര നാൾ, അരികിലെത്തുവാൻ മറന്നുപോയതോ. അതിൻ്റെ അടുത്ത സ്റ്റാൻസയിൽ, ഉടപ്പിറപ്പിനെ പോൽ അടുത്ത് നിൽക്കുവാൻ, തുടർപ്പിറപ്പിനെ പോൽ അകത്തിരിക്കുവാൻ എന്നാണ് ആ പ്രയോഗം. പിന്നെ അതിങ്ങനെ പോകുന്നു, ഒരു കാഴ്ചയിൽ, ഒരു കേൾവിയിൽ, ഒരു നിമിത്തധാരയായി, ഒരു മാന്ത്രിക. ഈ തുടർപ്പിറപ്പ് എന്നുള്ള പ്രയോഗം പെട്ടെന്ന് വരിക. ഈ ഉടപ്പിറപ്പിൻ്റെ പ്രാസത്തിൽ പറഞ്ഞ പോലെ ഒരക്ഷരം, ഒരു വാക്ക്, അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു ഒഴിവ് വരികയാണ്. തുടർപ്പിറപ്പ്, ഉടപ്പിറപ്പ് ആണ് മേലെയുള്ളത്. ഉടപ്പിറപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വ്യക്തമാകും, അത് കൂടെ പറഞ്ഞയാളാണ്. അപ്പോൾ നമ്മുടെ പിൻഗാമിയായിട്ട് വരുന്ന ആൾക്കൊരു വാക്ക് വേണം. നമ്മുടെ പിൻഗാമി മക്കളുടെ സ്ഥാനത്തോ അല്ലെങ്കിൽ ഇങ്ങനെയത്. അപ്പോൾ പെട്ടെന്നാണത് വന്നത്. അതിനകത്ത്
ഞാൻ പറയുകയാണെങ്കിൽ ദൈവികമായൊരു തലോടലുകളുണ്ട് ഈ വാക്കുകളുടെ വരവിൽ. ഈ കഥകളിലെല്ലാം കാണുന്ന ഒരു പ്രത്യേകത, ഒരു തീർത്ത് പറയാത്ത, പറയാനെന്തോ ബാക്കി വയ്ക്കുന്ന, അതൊരു പക്ഷേ ജീവിതാനുഭവം പറയുമ്പോഴും ഉണ്ട്. ഇനി ജീവിക്കാനും പറയാനും എന്തൊക്കെയോ ബാക്കി വയ്ക്കുന്ന ഒരു ശൈലി. ഒരു കഥയിൽ ഈ ഒരിക്കൽ മാത്രം എന്ന കഥയുടെ പറഞ്ഞ് മുഴുമിപ്പിക്കാത്ത, വായനക്കാർക്ക് വേണ്ടി അനുഭവിക്കാൻ കുറച്ച് അനുഭവങ്ങൾ ബാക്കി വയ്ക്കുന്ന ഒരു ശൈലി, അത് എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? അതെനിക്ക് തോന്നിയിട്ടുള്ളത്, ചില കാര്യങ്ങൾ വായനക്കാരൻ്റെ ഭാവനയ്ക്ക് വിടണം. കാരണം അവർ നമ്മളെ അനുധാവനം ചെയ്ത് വരികയാണ് ആ കഥയിലൂടെ. ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിൽ ഒരു സംസ്ഥാന സമ്മേളനത്തിന്, എൻ ജി ഒസിൻ്റെ സംസ്ഥാന സമ്മേളന സമയത്ത് ഒരു കസറ്റ് ഇറക്കിയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ എറണാകുളത്ത് നടത്തിയ സമ്മേളനം ആയതുകൊണ്ടായിരുന്നു എനിക്കായിരുന്നു മുഴുവൻ ചാർജും. അതിൻ്റെ വർക്കിംഗ് ചെയർമാൻ ഞാനായിരുന്നു. കെ വി തോമസ് ചെയർമാനായിട്ട് ഞാൻ വർക്കിംഗ് ചെയർമാനായിരുന്നു. മുഴുവൻ ഉത്തരവാദിത്വം എനിക്കായിരുന്നു, സാമ്പത്തികം ഉൾപ്പെടെ സംഘടിപ്പിച്ചതൊക്കെ. അപ്പോൾ സർവീസ് സംഘടനകളുടെ സമ്മേളന ചരിത്രത്തിൽ ആദ്യമായി ഒരു കസറ്റ് ഇറക്കി, ഗാനങ്ങളുടെ സമ്മേളന ഗാനങ്ങൾ. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വരികൾ വന്നാൽ എന്ത് ചെയ്യും, ചുറ്റും ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുക, ഒരു 4 വരി. അപ്പോൾ ഞാൻ ബാത്റൂമിൽ പോകും, എന്നിട്ട് പോക്കറ്റിൽ നിന്ന് കടലാസ് എടുത്ത് എഴുതും. അപ്പോൾ അങ്ങനെ എഴുതിയ ഒരു ഗാനത്തിൻ്റെ ഒരു ശകലമാണ് ജനാധിപത്യ ബോധവും മതേതരത്വ ചിന്തയും നെഞ്ചിനോടൊതുക്കി വയ്ക്കും എൻ ജീവോ വരുന്നിതാ. അതൊരു താളാത്മകമായിട്ടുള്ള, അത് ഞാൻ ഒരു ട്രെയിനിൻ്റെ എന്ത് പറയുക, തീവണ്ടിയുടെ കുതിപ്പിൻ്റെ താളവും അതാ ഒരു ബാത്റൂമിൽ പോകേണ്ട സ്ഥലത്ത് അവിടെ ഇങ്ങനെ കുടുങ്ങിയിരിക്കുമ്പോഴാണ് ജനാധിപത്യ ബോധവും മതേതരത്വ ചിന്തയും നെഞ്ചിനോടടുക്കി വയ്ക്കും എൻ ജീവോ വരുന്നിതാ. മറ്റൊന്ന്, ഈ കഥകളിലെല്ലാം ഇപ്പോൾ പൊതുപ്രവർത്തനത്തിൻ്റെയും സംഘടനാ പ്രവർത്തനത്തിൻ്റെയും ഒക്കെ ഒരു വലിയ അനുഭവ പശ്ചാത്തലം ഉണ്ടെങ്കിലും കഥകളിലും കവിതകളിലും ഏറ്റവും കൂടുതൽ വന്നു നിൽക്കുന്ന ഒരു ഭാവങ്ങളിലൊന്ന് ദുഃഖവും, രണ്ടാമത് കഥകളിൽ പ്രത്യേകിച്ചും ഭംഗിയായി ആവിഷ്കരിക്കപ്പെട്ടുള്ളത് പ്രണയവുമാണ്. പ്രണയവും ജീവിതവും എങ്ങനെയാണ് കഥകളിൽ പ്രതിഫലിപ്പിക്കുന്നത്? പ്രണയം എന്ന വാക്ക് ഞാൻ ഏറ്റവും അവസാനമായിട്ടൊരു പ്രസംഗത്തിൽ ഉപയോഗിച്ചത് അൽ-അസ്ഹർ കോളേജ് ഓഫ് നഴ്സിംഗ്. അപ്പോൾ ഞാൻ പറഞ്ഞ് പറഞ്ഞൊരു വാചകം, ഉദാത്തമായ പ്രണയം ഇന്ന് കാണാനുണ്ടോ, അനുഭവിക്കാനുണ്ടോ? ചങ്ങമ്പുഴയും എടപ്പള്ളിയുമൊക്കെ പുസ്തകങ്ങളിലൂടെ വരച്ച് കാണിച്ചിട്ടുള്ള ആ പഴയ പ്രണയം എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്നങ്ങ് അതിൽ നിന്ന് വ്യതിചലിച്ചു പോയി. കാരണം ഈ പിള്ളേരുടെ അടുത്ത് പ്രണയം പറയാനല്ലല്ലോ ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ അതറിയാതെ വന്നതാണ്. ഗാന്ധിജി ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഉപ്പിന് അതിലെ ഉപ്പിൻ്റെ അംശം നഷ്ടപ്പെട്ടാൽ പിന്നെ നാം എവിടെ നിന്ന് ഉപ്പ് സംഭരിക്കും? പ്രണയം അത് ഹൃദയത്തിൻ്റെ ഭാഷയാണ്, അത് ജീവിതത്തിൻ്റെ താളമാണ്, അത് മസ്തിഷ്കത്തിൻ്റെ പ്രേരണയാണ്. അല്ലെങ്കിൽ വെറും പ്രേരണയല്ല, മാദകത്വമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഭ്രാന്തുണ്ടാക്കുന്ന ഒരനുഭവമാണ്. ഞാൻ പ്രണയിച്ചിട്ടുണ്ട്. പ്രണയിച്ച ആളെ എൻ്റെ ജീവിത പങ്കാളിയാക്കിയിട്ടുണ്ട്. നമ്മളതിൽ അവിടേക്ക് വരണമെന്നാണ് വിചാരിച്ചിരുന്നത്. ഫോട്ടോഗ്രാഫിലെ വരികളിലൂടെ രാപ്പാട് ജന്മങ്ങൾ എന്ന പുസ്തകം സമർപ്പിച്ചിട്ടുള്ളത് എൻ്റെ ജീവിത സഖിക്കാണ്. അപ്പോൾ പ്രണയത്തിൽ ഗവേഷണമൊന്നുമില്ലെങ്കിലും സ്വയം അനുഭവിച്ചവനാണ്. അത് മനസ്സറിഞ്ഞ പ്രണയമാണെങ്കിൽ, പ്രണയിച്ചു പോന്നീ ഒരിക്കലെങ്കിലും എന്ന് രാപ്പാട് ജന്മങ്ങളിലൊരു കവിതയുണ്ട്. നിനക്ക് ആത്മാർത്ഥമായി സ്നേഹിച്ചെങ്കിൽ നിനക്ക് കഴിയില്ല. ഇപ്പോഴത്തെ കുട്ടികൾ അതിനെ തേച്ചു പോകുക എന്നൊക്കെ പറയുന്ന ഭാഷ, ചതിച്ചു പോകുന്നതിനാണ് ഇപ്പോൾ അങ്ങനെ പറയുന്നത്. പക്ഷേ ആത്മാർത്ഥമായി ഒരു പെൺകുട്ടിയെ ആൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടിയെ പെൺകുട്ടി ഉദാത്തമായ നിലയിൽ പ്രണയിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ വഞ്ചനയുടെ ലാഞ്ചന പോലും ഉണ്ടാവില്ല. പരസ്പരം സമർപ്പിക്കുന്ന ഒന്നാണ് പ്രണയം. ഇതങ്ങനെയല്ല, അളന്ന് തൂക്കി നോക്കി ജാതി സമുദായ സമവാക്യങ്ങൾക്ക് അനുസൃതമായി സ്നേഹത്തെ വിൽക്കുന്ന ഒരേർപ്പാട് ആക്കിയാണ് ഇപ്പോഴത്തെ തലമുറയിൽ നമ്മൾ കാണുന്നത്. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ പറഞ്ഞ ഈ അളവ് തൂക്കങ്ങളെയൊക്കെ നിഷേധിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രണയം പ്രയോഗവൽക്കരിച്ച ആളാണ്. സ്വന്തം പ്രണയത്തെക്കുറിച്ച് 2 വാക്ക് പറയണമെന്ന് തോന്നുന്നു. എങ്ങനെ? സ്വന്തം പ്രണയത്തെക്കുറിച്ച് 2 വാക്ക് പറയണമെന്ന് തോന്നുന്നുണ്ടോ?
ഈ 77-ാമത്തെ വയസ്സിൽ പ്രണയം അങ്ങനെ പ്രായമുണ്ടോ? ഈ പ്രണയത്തിന് പ്രായമില്ല. അല്ല, ഞാൻ ഏത് ആംഗിളാണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ബിരുദ പഠനകാലത്ത് എനിക്ക് ഒപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിയാണ് ഇന്നെൻ്റെ ഭാര്യയായിട്ടുള്ളത്. അപ്പോൾ അന്ന് ഓട്ടോഗ്രാഫിൻ്റെ അല്ല, അന്ന് അധികം സംസാരിക്കാനൊന്നും അവസരം അധികം ഒന്നും ഉണ്ടായിട്ടില്ല, സംസാരിച്ചിട്ടില്ല. മൗനം കൊണ്ട് സംവദിക്കുകയും കാഴ്ചയിലൂടെയും നോട്ടത്തിലൂടെയും മാത്രം പ്രണയ കാവ്യങ്ങൾ കൈമാറുകയും ചെയ്ത, എൻ്റെ അത്രയും സാഹിത്യ താല്പര്യമുള്ള ആളല്ല. പക്ഷേ അത് തുടക്കത്തിലൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് കോളേജിൽ നിന്ന് പിരിയുന്ന സമയത്ത് ഇത് ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു. അന്ന് ഓട്ടോഗ്രാഫ് കൈമാറുന്നൊരു സംവിധാനമുണ്ട്, ഏർപ്പാടുണ്ട്. അപ്പോൾ ഞാനതിൽ അതിന് ആമുഖമായിട്ട് ഞാൻ ഒരു 4 വരി, എൻ്റെ 4 വരികൾ എഴുതി. ജീവിതാധ്യായങ്ങളിൽ തങ്കവർണ്ണങ്ങൾ തുന്നിച്ചേർക്കവേ സ്മരിക്കുമോ, കാണുമ്പോൾ ചിരിക്കുമോ. എൻ്റെ ഓട്ടോഗ്രാഫിൻ്റെ ആദ്യം ഞാൻ കൊടുത്ത വാചകങ്ങളാണത്. എല്ലാവരും എഴുതി ഓട്ടോഗ്രാഫും മടങ്ങി വരുമ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ഇദ്ദേഹത്തിൻ്റെ എഴുത്താണ്. അപ്പോൾ അവളതിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് എൻ്റെ 4 വരികൾ. ജീവിതാധ്യായങ്ങളിൽ തങ്കവർണ്ണങ്ങൾ തുന്നിച്ചേർക്കവേ സ്മരിക്കുമോ എന്ന് ആവർത്തിച്ചിട്ട് അതിനടിയിൽ സംസാരിക്കുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രണയസമ്മതത്തിൻ്റെ മുദ്ര ഞാനവിടെ വായിച്ചെടുക്കുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ ജോലി കിട്ടി പോയിടത്തേക്ക് എനിക്കൊരു കത്ത് വരികയും അതിലൊന്നുമില്ല. പിന്നെ ആ കത്ത് ഒരു തുടർച്ചയായിട്ട് ഇങ്ങനെ വരികയും അങ്ങനെയായിരുന്നു. ഒരിക്കൽ പോലും ഒരു അരുതാത്ത ചിന്ത, ഒരു സ്പർശനത്തിന് പോലും കൊതിക്കാത്ത നിലയിലാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അവിടെയാണല്ലോ ഉദാത്തമായ പ്രണയം എന്ന് പറയുന്നത്.